ഇനി അതിനോടൊപ്പം തന്നെ എനിക്ക് അവരോട് പറയാൻ സാധിക്കും, നിങ്ങൾ കോട്ടയത്ത് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലേക്ക് പോവുക. അവിടുത്തെ അമ്മമാർക്ക്, അവിടുത്തെ കുടുംബാംഗങ്ങളായിട്ടുള്ള അമ്മമാർക്ക് ആഹാരം കൊടുക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ശരി, ഇവിടെ ഒന്ന് കാണുമ്പോൾ ഈ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോ അച്ഛനെയോ ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ സന്തോഷത്തോടു കൂടിയും കൂട്ടായ്മയിലും ഒക്കെ ആയിരിക്കാം നിങ്ങളിവിടെ കഴിയുന്നത് എങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ പലതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരികെ കിട്ടുന്നുമുണ്ടാകാം. എങ്കിലും എനിക്കെന്തോ അതൊരു വിഷമകരമായ ഒരു അവസ്ഥയാണ് തോന്നുന്നത്. നമ്മൾ ഏതൊരു പരിപാടിയിൽ പോകുമ്പോഴും ആ സ്ഥാപനത്തെ നമ്മൾ ആശംസിക്കാറുള്ളത് ഒരുപാട് ഇതുപോലെയുള്ള ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്നാണ്. എന്നാൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഒരിക്കലും ബ്രാഞ്ചുകൾ കൂടുതൽ തുടങ്ങുവാൻ ഈ സ്ഥാപനത്തിന് കഴിയാതിരിക്കട്ടെ എന്നാണ്. കാരണം ഒരു അച്ഛനും അമ്മയും അനാഥമാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാ പ്രസംഗങ്ങളിലും എപ്പോഴും എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ പറയാറുള്ളത്, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനമ്മമാരെ നല്ലതുപോലെ നോക്കേണ്ടത്. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പുംനാമ നരകാതത്രായതേ ഇത് പുത്രഹ എന്നാണ്. പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെ പ്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ്. അച്ഛനും അമ്മയ്ക്കും ജനിക്കുമ്പോഴേ അല്ല ഒരാൾ പുത്രനും പുത്രിയുമാകുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് തോന്നണം, എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും, എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, മനസ്സുണ്ട് എന്ന് എപ്പോൾ തോന്നുന്നോ അപ്പോൾ മാത്രമേ അവർ പുത്രനും പുത്രിയുമാവുകയുള്ളൂ. ശരിക്കും നിങ്ങളുടെ പുത്രനും പുത്രിയുമാണ് നിഷ സ്നേഹക്കൂടും ശ്രീ അനുരാജമെന്ന് അഭിമാനത്തോടു കൂടി അവർ അനുഗ്രഹീതരാണ്. ഇത്രയേറെ അച്ഛനമ്മമാർക്ക് മക്കളാകാൻ ഭാഗ്യം ലഭിച്ച അവർ ശരിക്കും അനുഗ്രഹീതരാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു കരുതൽ, അത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പുറത്ത് കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ നിറഞ്ഞ പല കാര്യങ്ങളുണ്ടാവാം. നിങ്ങളുടെ ജന്മദിനങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ വിവാഹ വാർഷികം ഉണ്ടാകാം, നിങ്ങളുടെ വളരെ മഹത്തരമായ ചടങ്ങുകൾ ഉണ്ടാകാം. അത്തരം ചടങ്ങുകളിൽ നിങ്ങൾ ഒരു വലിയ ഹോൾ എടുത്ത് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പുണ്യം കിട്ടുന്നത് നിങ്ങൾ ഇവിടെ വരികയും ഇവരോടൊപ്പം ആഹാരം കഴിക്കുകയും ചെയ്യുമ്പോഴാണ്. ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്യമുണ്ട്. ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാന സമാനം ശൂദ്രകോടി സഹസ്രാണാം ഏകം വിപ്രതഭോജയിൽ വിപ്രകോടി സഹസ്രാണാം ഏകം വിഷ്ണു പ്രതിഷ്ഠിതം വിഷ്ണുകോടി സഹസ്രാണാം ഏകം രുദ്രപ്രതിഷ്ഠിതം രുദ്രകോടി സഹസ്രാണാം ഏകജ്ഞാനി വിഭോജയിൽ എന്നൊരു പദ്യമുണ്ട്. അതായത് ആഹാരം വേണ്ട ഒരാൾക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നതാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനേക്കാൾ, കോടിക്കണക്കിന് സ്വത്ത് ദാനം ചെയ്യുന്നതിനേക്കാൾ, സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ ദാനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു പുണ്യകരമായ കർമ്മമെന്ന്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പുറത്തുള്ള ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആർഭാടത്തിന് വേണ്ടി കളയുന്ന പല സമ്പത്തുണ്ടാകാം. നിങ്ങളത് ചിലപ്പോൾ വലിയ ആളുകൾക്കൊക്കെ വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ആഹാരം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന കിട്ടുന്നുവെങ്കിൽ, നിങ്ങൾക്കൊരു നന്മ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹക്കൂട അഭയമന്ദിരത്തിലേക്ക് വരിക, ഇവിടുത്തെ അച്ഛനമ്മമാരെ കാണുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക. എന്തായാലും ഒരുപാട് നന്മയാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ അമ്മമാരെയൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു. നിങ്ങളിലൂടെ എനിക്ക് എൻ്റെ അമ്മയാണ് കാണാൻ കഴിയുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയുമായി ഇവിടേക്ക് വരാം. ഞാൻ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളോട് പറയാറുള്ള കാര്യമാണ്, ഇത് പരസ്യമായി ടിവിയിലും പറയാറുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് പണം മുടക്കി പൂജകളും വഴിപാടുകളും ഹോമവും ഒക്കെ നടത്തുന്ന ആളുകൾ, അവർക്ക് ആ പരിഹാരം കൊണ്ട് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് ചിന്തിച്ചാൽ അത് വെറുതെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്ഷേത്രങ്ങൾ പരിഹാരങ്ങൾ ചെയ്യാനാണ്, ക്ഷേത്രത്തിൽ പോകണം, വഴിപാടുകൾ നടത്തണം. അല്ലാതെ ഇടനിലക്കാർക്ക് പണം കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് ഈ സ്നേഹക്കൂട് പോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്നിട്ട് ഇവിടുത്തെ അമ്മമാർക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇവിടെ കൊണ്ടുവരണം. അവർക്കും ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ അമ്മമാർ ഇവിടെ കഴിയുന്ന അവരുടെ ഒരു രീതി. ഞാൻ ഇനിയും ഒരു ദിവസം ഈ അമ്മമാരെ കാണാൻ വേണ്ടി ഇവിടെ വരും. അത് മാത്രമല്ല, എൻ്റെ സമീപത്ത് വരുന്ന ആളുകളോട്
ഞാൻ പല കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചരമ വാർഷിക ദിനങ്ങൾ വരും, ഈ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ വാർഷിക ദിനങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആളുകൾ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആരോ പറഞ്ഞു ഇരുത്തണമെന്ന് പറഞ്ഞു, വലിയ ഹോമം നടത്തണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. അപ്പം ഞാൻ പറയും, ഇരുത്തുകയോ ഇരുത്താതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ ചെയ്തോളൂ. നിങ്ങൾ ബലികർമാദികൾ രാവിലെ പോയി നടത്തണം, നിങ്ങൾ അവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ വീട്ടിലൊരു 1000 പേരെ വിളിച്ച് സദ്യ കൊടുത്താൽ അവർ വന്ന് 10 കുറ്റവും പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. പകരം നിങ്ങൾ പാവപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഒക്കെ വസിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾ ആ കേന്ദ്രങ്ങളിൽ പോയി അവർക്ക് ആഹാരം കൊടുത്ത് അവരോടൊപ്പം നിങ്ങളൊന്നിരുന്ന് അവരെ ഒന്ന് ആശ്ലേഷിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആകട്ടെ, അവരുടെ മനസ്സ് അതുപോലെ നിറയുന്ന ഒരു കാര്യമില്ല എന്ന് ഞാൻ എല്ലാവരോടും, എൻ്റെ മുമ്പിലേക്ക് വരുന്നവരോടും എൻ്റെ TV പ്രോഗ്രാമിലും പറയുന്നതാണ്. ഇനി അതിനോടൊപ്പം തന്നെ എനിക്ക് അവരോട് പറയാൻ സാധിക്കും, നിങ്ങൾ കോട്ടയത്ത് സ്നേഹക്കൂട് അഭയമന്ദിരത്തിലേക്ക് പോവുക. അവിടുത്തെ അമ്മമാർക്ക്, അവിടുത്തെ കുടുംബാംഗങ്ങളായിട്ടുള്ള അമ്മമാർക്ക് ആഹാരം കൊടുക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പറയുവാനുള്ള ഒരു കേന്ദ്രം എനിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.